ചേട്ടാ ഇന്റഗ്രേഷൻ ആകുമ്പോൾ ഒരു ടെൻഷനും ഇല്ല. നമ്മൾ ചെയ്യുന്ന ജോലിക്കുള്ള കൂലി കിട്ടുന്നുണ്ട്. നമുക്ക് അത് മതി. ഇപ്പം നമ്മൾ കമ്പനിക്കാർ നമുക്ക് കോഴി ഇടുന്നുണ്ട്, ചിക്സ് തന്നു, മെഡിസിൻ തന്നു, തീറ്റയും തന്നു, വളർത്തി കൊടുക്കുന്നതിൻ്റെ കൂലിയാണ് ഇന്റഗ്രേഷൻ. 1 കിലോയ്ക്ക് 8 രൂപ. 8 രൂപ വെച്ച് നമുക്ക് വളർത്തി കൊടുക്കുന്നതിന്. ഞാൻ ആദ്യം തുടങ്ങിയ ഒരു ഫാം തുടങ്ങിയത് 12,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഓക്കെ, 9,000 കോഴി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചേട്ടാ നമ്മുടെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞു പത്മ ഫാമിന്റെ കാട്ടാക്കട കീഴാറൂർ, അതായത് തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട കീഴാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഫാം സ്ഥിതി ചെയ്യുന്നത്. ഇറച്ചിക്കോഴി വളർത്തി അഥവാ ഇന്റഗ്രേഷൻ ഫാമിംഗ് മെത്തേഡിലൂടെ ലക്ഷങ്ങൾ വരുമാനം സമ്പാദിക്കുന്ന ഒരു കർഷകന്റെ ഫാമിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. എന്താണ് ഇന്റഗ്രേഷൻ ഫാം, അതിന്റെ A to Z കാര്യങ്ങൾ, ഫാമിങ്ങിനെ കുറിച്ച് A to Z കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കടയുള്ള പത്മ പോൾട്രി ഫാം അഥവാ നമ്മുടെ അജയ് ചേട്ടന്റെ ഫാമിലാണ്. അജയ് ചേട്ടാ, നിങ്ങളിപ്പോൾ ഈ ഒരു സംഭവം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ എത്ര നാളായി? ഈ ഫാം തുടങ്ങിയത് 11 വർഷമായി. 11 വർഷമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഫീൽഡ് കിടക്കുകയാണ്. ശരിക്കും ഇത് മാത്രമാണോ അല്ല മറ്റെന്തെങ്കിലും ഐറ്റം ഉണ്ടോ? ഇല്ല, ഇപ്പൊ വന്നിട്ട് ഇറച്ചിക്കോഴിയുടെ പരിപാടി മാത്രം. ഇറച്ചിക്കോഴിയും ബിസിനസ് ആയിരുന്നു. പക്ഷെ അതിപ്പം ഇത് തുടങ്ങിയ സമയത്ത് ഞാൻ ആദ്യം തുടങ്ങിയ ഒരു ഫാം തുടങ്ങിയത്, ഒറ്റ എണ്ണത്തിൽ തുടങ്ങി. ഓക്കെ, ഇവിടെ ഇപ്പൊ മൊത്തം എത്ര ഉണ്ട്? ഇത് 7 ഫാമുണ്ട്. 7 ഷെഡ് ഒരു എണ്ണത്തിൽ തുടങ്ങി. ഇപ്പൊ നിലവിൽ 7 ഷെഡിൽ എത്തി നിൽക്കുക. ഓക്കെ, നമുക്ക് മൊത്തം എത്ര കോഴിയുണ്ട് ഇപ്പൊ ഏകദേശം? ഇപ്പം ഇതിനകത്ത് മൊത്തം 12,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഓക്കെ, 9,000 കോഴി ഇട്ടിട്ടുണ്ട്. 9,000 കോഴി ഇട്ടിട്ടുണ്ട്. അതെ, നമ്മൾ ശരിക്കും ഇത് ചേട്ടനായിട്ട് വളർത്തുന്നതാണോ അതോ ഇന്റഗ്രേറ്റഡ്? ഞാൻ ഇന്റഗ്രേഷൻ ആണ്. അങ്ങനെ സ്വന്തമായി നടത്തി ഞാൻ നഷ്ടം ഉണ്ടാക്കാൻ താല്പര്യമില്ല. അത് ഇതിനു മുമ്പ് കൈ പൊള്ളിയിട്ടുണ്ടോ? പൊള്ളിയിട്ടില്ല, കണ്ട അനുഭവവും കേട്ട അനുഭവവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു റിസ്ക് എടുക്കാൻ കാരണം ഇപ്പം വരുന്നിട്ട് ലാഭമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഒരു സമയത്ത് ചിലപ്പം 60 രൂപ കുഞ്ചി കിടക്കുന്ന സമയത്ത് 80 രൂപ കോഴി വിലയാവും. അപ്പൊ ഏകദേശം മിനിമം 1 കിലോ കോഴി നിന്ന് 50 രൂപ നഷ്ടം വരും. മനസ്സിലായി. ഞാൻ എനിക്ക് വീടും വസ്തു എഴുതി വെക്കേണ്ടി വരും. അതുകൊണ്ട് റിസ്ക് എടുക്കാൻ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്? നമ്മള് ഇപ്പം ഫാം നമ്മൾ ചെയ്യുക. ഓക്കെ, ഇപ്പൊ നമ്മൾ കമ്പനിക്കാർ നമുക്ക് കോഴി ഇടുന്നുണ്ട്. അവര് കുഞ്ച് ചിക്സ് തന്നു, മെഡിസിൻ തന്നു, തീറ്റയും തന്നു, വളർത്തി കൊടുക്കുന്നതിന്റെ കൂലിയാണ് ഇന്റഗ്രേഷൻ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതെ. അപ്പം ചേട്ടനെ സംബന്ധിച്ചിടത്തോളം അതാണ് കുറച്ചുകൂടെ സേഫ് സോൺ ആയിട്ട് തോന്നുന്നത് എനിക്ക്. ഓക്കെ, അതുകൊണ്ടാണ് ചേട്ടൻ അത് ചൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ ബാക്കി മുതൽ മുടക്കൽ നമ്മളായിരിക്കണം. അതായത് സ്ട്രക്ചർ, ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ ചെയ്തോളണം. ഫുഡ് കാര്യങ്ങൾ അവര് ഫുഡും ചിക്സും അതിന്റെ മെഡിസിനും അവർ തരുന്നുണ്ട്. നോട്ടം നമ്മൾ നോക്കി ഇതാക്കാം. നമുക്ക് ഒരു കുട്ടിയെ നമുക്ക് ശരാശരി എത്ര രൂപ? നമുക്ക് 8 രൂപ കിലോയ്ക്ക്. 1 കിലോയ്ക്ക് 8 രൂപ. 8 രൂപ വെച്ച് നമുക്ക് വളർത്തി കൊടുക്കുന്നതിന് 1 കിലോയ്ക്ക് 8 രൂപ വെച്ച് നമുക്ക് ഒരു തിരിച്ചെടുക്കാൻ വരുമ്പോൾ അവർ തന്നെ കൊണ്ടുപോകും. നമ്മളായിട്ട് സെയിൽ ചെയ്യാൻ നമുക്ക് ആ ഒരു സെക്ഷൻ വേണ്ട. നമ്മൾ വളർത്തി കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോ ഇത് കുട്ടികളൊക്കെ ഇപ്പൊ എത്ര ദിവസമുള്ള കുട്ടികളാണ് നമുക്ക് ഇവിടെ കൊണ്ടുവരും? നമുക്ക് ഡേ ഓൾഡ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വളർത്തിയെടുക്കുക. വൈകുന്നേരം 6 മണിക്ക് ഹാച്ചറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഓക്കെ, ഹാച്ചറി ഇറങ്ങുന്നത് രാവിലെ 6 മണിക്ക് തിരിച്ച് ഇവിടെ എത്തുന്നുണ്ട്, ഫാമിലെത്തുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിപ്പോ ഏകദേശം എത്ര ദിവസം പ്രായം? 23 ദിവസം ഉണ്ട്. 23 ദിവസം പ്രായമുള്ള കുട്ടികളല്ലേ? അതെ. ഓക്കെ ഓക്കെ. അപ്പം എല്ലാം ഒരേ പ്രായമാണ്? സെയിം ഒരേ പ്രായമാണ്. രണ്ട് ബാച്ചായിരുന്നു. ഇപ്പൊ അതിനെ ഒരു ബാച്ചാക്കി. കാരണം നമുക്ക് റെസ്റ്റ് കിട്ടില്ല. നമുക്കാണ് ഈ 360 ദിവസം നമ്മൾ ജോലി ചെയ്യണം. മറ്റേ ഒരു ബാച്ച് കഴിഞ്ഞാൽ ഒരു 40-45 ദിവസം ആകുമ്പോൾ ഫ്രീ ആവും. പിന്നെ ഒരു 10 ദിവസം നമുക്ക് ഫ്രീ കിട്ടും. അപ്പൊ അത് കണക്കാക്കിയിട്ടാണ് ഇപ്പൊ മൊത്തം ഒരേ പരുവത്തിലുള്ള ഇവിടെ തൊട്ട് അറ്റം വരെ അല്ലേ? ഓക്കെ 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 ഓക്കെ. ഇത് കുട്ടികൾ എവിടെ നിന്നാണ് വരുന്നത്? ശരി, കുട്ടികൾ കോയമ്പത്തൂരിൽ പല്ലടം അവിടെ നിന്നാണ് കിട്ടുന്നത് അല്ലേ? അപ്പൊ ഡേ ഹോൾഡ് സാധനം നമ്മൾ ഇവിടെ എത്തിക്കും. നമ്മൾ വളർത്തി 42 ദിവസം ആകുമ്പോഴത്തേക്ക് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു 4-5 ദിവസത്തിനകത്ത് പേയ്മെന്റ് കിട്ടുന്നുണ്ട്. അതാണ് നമ്മൾ രീതി. ഓക്കെ ഓക്കെ. നമുക്ക് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഇന്റഗ്രേറ്റഡ് വരുമാന മാർഗമാണ്. നമുക്കൊരു മിനിമം എത്ര കോഴിയെ വെച്ചിട്ട് ചെയ്താലാണ് നമുക്കൊരു പ്രോഫിറ്റബിൾ ആയിട്ട് പോകാൻ? നമുക്കൊരു 5000 കോഴിയെങ്കിലും മിനിമം ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് പിടിക്കാൻ പറ്റും. അതായത് എന്തെങ്കിലും ഒരു തട്ടുകേട് വന്നാലും നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു 5000 എങ്കിലും മിനിമം ചെയ്യണം അല്ലേ? ഇതിപ്പോ നമ്മൾ ഇപ്പൊ നിൽക്കുന്ന ഷെഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഷെഡാണ് അല്ലേ? ഇതിപ്പോ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? ഇതിപ്പോ 1240 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 1240 സ്ക്വയർ ഫീറ്റ്. അപ്പൊ ഇതിനകത്ത് എത്ര കുട്ടികൾ ഇടാനായിട്ട്? നമ്മളെ റെഗുലേഷൻ അനുസരിച്ച് 900 കോഴി ഇടാം. 900 കോഴി ഇടാനായിട്ട് പറ്റും. ഒരു കോഴിക്ക് എത്ര സ്ക്വയർ ഫീറ്റ്? നമുക്ക് സാധാ കാലാവസ്ഥയിലാണെങ്കിൽ ഒരു 1.25 സ്ക്വയർ ഫീറ്റ് വേണ്ട, 120 മതി. ഓക്കെ. നമ്മൾ എത്ര ദിവസം എടുക്കും നമുക്ക് ഇത് വിളവെടുപ്പാൻ? നമുക്ക് 40-42 ദിവസം. 40-42 ദിവസത്തിനുള്ളിൽ നമുക്ക് വിളവെടുപ്പ് 200 ആവറേജ് പോകാൻ. ഇറച്ചിക്കോഴി വളർത്തൽ ശരിക്കും ലാഭമാണോ നഷ്ടമാണോ? ഇറച്ചിക്കോഴി വളർത്തൽ ലാഭമാണ്, എന്നാൽ നഷ്ടവുമാണ്. അതെന്താ അങ്ങനെ മറുപടി? കാരണം ഈ സമയത്ത് ഇപ്പോൾ ചിക്സിന് വന്നിട്ട് 53 രൂപ വിലയുണ്ട്. ഓക്കെ. ഇപ്പം 130 രൂപക്കകത്ത്
സെയിലും ഉണ്ട്. ഓക്കെ. പക്ഷേ ഈ ഒരു ചില സമയങ്ങളിൽ ഇത് 60 രൂപ കുഞ്ചിനും 80 രൂപ കോഴിയും ആവും. ഓ, അങ്ങനെ പണി കിട്ടാറുണ്ട്. അങ്ങനെ പ്രശ്നമുണ്ട് ചില സമയത്ത്. അത് നമ്മുടെ ലക്കും കൂടെ ആണല്ലോ, ലോട്ടറി രീതി എന്ന് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞാൽ ലോട്ടറി ആണെന്ന്. ഓക്കെ. എന്നാലും പ്രോഫിറ്റ് കിട്ടുന്ന ടൈമിൽ നല്ല പ്രോഫിറ്റ് കിട്ടും. അതെ, അതാണ് അതിന്റെ രീതി അല്ലേ. നമ്മുടെ ഈ കോഴികൾ ഇപ്പൊ എത്ര ദിവസമായി? 23 ദിവസമായി കേട്ടോ. 23 ദിവസത്തെ പരുവ അല്ലേ? അതെ. ഇനി നമുക്കിനി ഒരു 20-21 ദിവസം മാക്സിമം അത്രേ ഉള്ളൂ അല്ലേ? അതിനുള്ളിൽ നമുക്കിത് സെയിലിനാവും. നമ്മളിതിന് മരുന്ന് കാര്യങ്ങളൊക്കെ എത്ര ദിവസം കൂടി കഴിയുമ്പോൾ ചെയ്യും? മരുന്ന് നമുക്ക് വാക്സിനാണ്. ഓക്കെ. ഫസ്റ്റ് വാക്സിൻ കമ്പനി ചെയ്ത് വിടുന്നുണ്ട്. ഓക്കെ. നമുക്ക് സെക്കൻഡും തേർഡും നമ്മൾ ചെയ്യണം. സെക്കൻഡും തേർഡും നമ്മൾ ചെയ്യണം. അത് എത്രാമത്തെ ദിവസം തൊട്ടാണ്? അത് നമുക്ക് ഒന്ന് വന്നിട്ട് 14 ദിവസം, രണ്ടാമത്തെ വന്നിട്ട് 19 ദിവസം, അങ്ങനെ നമ്മൾ ചെയ്യുന്നു. ഓക്കെ. അപ്പം 19 ദിവസം ഒരു വാക്സിനേഷൻ എല്ലാം കഴിഞ്ഞ് കിടക്കുക. നമുക്കിത് ശരിക്കും കോഴി വളർത്തൽ അല്ലെങ്കിൽ ഇറച്ചിക്കോഴി വളർത്തൽ ലാഭകരമാക്കാനായിട്ട് നമ്മൾ എന്താണ് ശ്രദ്ധിക്കുന്നത്? ലാഭകരമാക്കാൻ വേറൊന്നുമില്ല, നമ്മൾ അതിനോട് കഠിന പ്രയത്നം, നമ്മളിതിന്റെ കൂടെ നിൽക്കണം. ഓക്കെ. അല്ല, ചേട്ടൻ ഫോളോ ചെയ്യുന്ന മെത്തേഡുകൾ എന്തൊക്കെയാണ്? നമ്മൾ മാക്സിമം നമ്മൾ ആയുർവേദിക്കാണ് ചെയ്യുന്നത്. ഓക്കെ. അത് നമ്മൾ നാടൻ വരുന്നത് വെച്ചാൽ ഉലുവ, വെളുത്തുള്ളി സ്പ്രേ, ബീട്രൂട്ട്, ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ വാഴയ്ക്ക് അരച്ചിലേക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ തീറ്റ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? അപ്പോൾ തീറ്റ നമ്മൾ കമ്പനി തരുന്നുണ്ട്. നമുക്ക് ഒരു 2-2.5 ചാക്ക് തീറ്റ ഒരു ദിവസം ചിലവാകുന്നുണ്ട്. 2-2.5 ചാക്ക് ഒരു കൂടിനാണ്. പക്ഷേ ഇത് 30 ദിവസം കഴിയുമ്പോൾ അത് 3 ചാക്കായിട്ട് മാറും. 30 ദിവസം കഴിയുമ്പോൾ കൂട്ടേണ്ടി വരും. കൂടുതൽ 3 ചാക്കാവും. അപ്പോൾ നമ്മൾ ഈ താഴെ ഇട്ടിരിക്കുന്ന ഐറ്റം എന്താണ്? ഇത് അറക്കപ്പൊടിയാണ്. അറക്കപ്പൊടി അല്ലേ? അറക്കപ്പൊടി ചകിരിച്ചോറ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ നമ്മൾ ചകിരിച്ചോറ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ അറക്കപ്പൊടിയും ചീവുപൊടിയും ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ സ്മെല്ല് കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതെ. ഒന്ന് അറക്കപ്പൊടി മാത്രമാണെങ്കിൽ ഇത് പറന്നു പോകും. കോഴി ഓടുന്ന സമയത്ത് ഇത് പറന്ന് ഇതിന്റെ മൂക്കിൽ പിടിക്കുന്നു. ഓക്കെ. കംപ്ലൈന്റ് വരും. അതുകൊണ്ട് പകരം നമ്മൾ അതിന്റെ കൂടെ മിക്സ് ചെയ്ത് പോവുകയാണ് ചീവുപൊടി. ഇതിപ്പോ നമ്മൾ എത്ര ദിവസം ഇടും നമ്മൾ ഈ അറക്കപ്പൊടി? ഇതിപ്പോ 40-42 ദിവസം ഉപയോഗിക്കും. 40-45 ദിവസം. അടുത്ത ഇതിലേക്ക് നമ്മൾ ഇതിൽ മാറ്റും. അതൊരു ഇത് തന്നെ ആയിരിക്കും നമ്മൾ ഇടുന്നത്. അത് നമ്മൾ ഈ മിഷൻ കൂടി ഇളക്കി മറക്കുകയല്ലേ. ഇത് ഉണങ്ങി എപ്പോഴും ഉണക്കം ഉണ്ടാവും. ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. എത്ര ദിവസം കൂടുമ്പോൾ നമ്മൾ ഇറക്കും? നമുക്ക് ഒന്നരാടം ചെയ്യണം. അപ്പൊ അതിന് നമ്മൾ ശരിക്കും യൂസ് ചെയ്യുന്ന മിഷനാണ് കേട്ടോ അല്ലേ? ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കും നമ്മള്. ഓക്കെ. നമ്മളിത് മിഷൻ അല്ല മാനുവൽ ചെയ്തൂടെ? ചില മാനുവൽ ഞാൻ നേരത്തെ മാനുവൽ ചെയ്തിരുന്നു. ഞാനിപ്പോൾ തുടങ്ങിയിട്ട് 11 വർഷമായി. അപ്പോൾ ഞാൻ നേരത്തെ മാനുവലായിരുന്നു. പക്ഷേ ഈ സമയത്ത് നമ്മൾ 2 കൈ ബുദ്ധിമുട്ടാവുന്നു, നെഞ്ച് വേദനയുണ്ട്. പിന്നെ ഇത് ജോലി ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് കിടക്കാൻ സമയം കാണുള്ളൂ. ഓക്കെ. ടയേർഡാണ്. ഓക്കെ. ഇപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ഇങ്ങനെ നെറ്റിൽ നോക്കിയ ശേഷമാണ് ഈ നമ്പർ കിട്ടുകയും വിളിക്കുകയും ഈ മിഷൻ എടുത്തത്. ശരിക്കും ഈ മിഷൻ കൊണ്ട് ചെയ്യുമ്പോൾ മാനുവൽ ചെയ്യുമ്പോൾ ടൈം മാനുവൽ ചെയ്യുകയാണെങ്കിൽ ഒരു 3/4 മണിക്കൂർ എടുക്കും. 3/4 മണിക്കൂർ എടുക്കും. അതായത് ഈ ഒരു ഷെഡ് മാത്രം ചെയ്യാനായിട്ട് 3/4 മണിക്കൂർ എടുക്കും. പക്ഷേ മിഷൻ ആണെങ്കിൽ ഓക്കെ ഒരു 10 മിനിറ്റ് പണി തീരും. 10 മിനിറ്റ് കൊണ്ട് പരിപാടി പണി തീരും. ആഹാ. അപ്പോൾ മിഷൻ എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. നമ്മൾ മാനുവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് 5 പ്രാവശ്യം ചെയ്യുന്ന ജോലി ഈ മിഷൻ ഒരു പ്രാവശ്യം കൂടി ചെയ്യും. അപ്പോൾ ഇതേപോലത്തെ ഏകദേശം മൊത്തത്തിൽ 7ഓളം ഫാമുകളുണ്ട് അല്ലെങ്കിൽ ഷെഡുകളുണ്ട്. അപ്പോൾ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ മിഷൻ ഇല്ലാതെ പരിപാടി നടക്കില്ല. ഇത് എത്ര ദിവസം കൂടുമ്പോഴാണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നത്? നമ്മൾ ഇന്ന് ഇളക്കുന്നു, നാളെ റെസ്റ്റ് കൊടുക്കുന്നു, മറ്റന്നാൾ ഇളക്കുന്നു. അങ്ങനെയാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ. ഓക്കെ. ശരിക്കും ഇത് ഇളക്കിയില്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം? ഇളക്കില്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇളക്കാതെ വരികയാണെങ്കിൽ ഇതിലൊരു അമോണിയ ഉണ്ട്. ആ മെഡിസിൻ ആ കെമിക്കൽ തള്ളുന്നുണ്ട്. അതാണ് സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നത്. 2 കോഴി ഇത് കൂടെ ഇളക്കുന്ന സമയത്ത് കോഴി ഗ്രോത്ത് കൂടുന്നുണ്ട്, പിന്നെ ഇൻഫെക്ഷൻ കുറയുന്നുണ്ട്, പിന്നെ നാട്ടുകാരുടെ ശല്യം കുറയുന്നുണ്ട്. ഇതാണ് ഇതിനകത്തുള്ള മെച്ചം. അതായത് ഗ്രോത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും മെയിൻ ഗ്രോത്തിനെ സംബന്ധിച്ചാണ് നമ്മൾ ഈ കോഴിക്കാർ ഇളക്കുന്നത്. ഈ മിഷൻ നമുക്കിപ്പോൾ എല്ലായിടത്തും കിട്ടത്തില്ല നമ്മുടെ കേരളത്തിൽ. ഇപ്പം ബാംഗ്ലൂർ ബേസുള്ള കമ്പനിയാണ്. പക്ഷേ നമുക്ക് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണുന്നവരെ